ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമല്ല എന്ന് പറയാനാണ് തൽക്കാലം പറ്റുന്നത്. കാരണം അത്ര സുഖകരമല്ല. കഴിഞ്ഞ 2 ദിവസമായിട്ടൊക്കെ നല്ല പനിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ ആയതുകൊണ്ടേ ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് പനിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മെയിനായിട്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു, ഫുൾ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസമൊക്കെ അങ്ങനെ ഫുൾ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ യൂട്യൂബിൽ എനിക്ക് ഇടണം എന്ന് എനിക്കിന്ന് തോന്നി. കാരണം കുറേ സമയം അങ്ങനെ നമ്മളിങ്ങനെ റൂമിലിങ്ങനെ അടച്ചിരിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുമല്ലോ. സോ ടു അവോയ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു സ്പീക്ക് ഔട്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് വന്ന 2 എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഒന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എനിക്ക് അയച്ചത്. രണ്ടാമത്തെ എൻക്വയറി എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ബട്ട് ഇറ്റ്സ് എ സ്ട്രേഞ്ചർ. എനിക്ക് ഇൻസ്റ്റയിലൂടെ വന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഈ 2 ഫ്രണ്ട്സിൻ്റെയും എൻക്വയറീസ് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ എനിക്ക് വന്ന എൻക്വയറി എന്ന് പറയുന്നത്, പിന്നെ ഇൻ ബിറ്റ്വീൻ ഞാൻ ചിലപ്പോൾ പറയുന്നതിനിടയ്ക്ക് ചുമയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പനിയുടെ ഒരു ഇതുകൊണ്ടാണ് പറഞ്ഞതേ ഉള്ളൂ, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്ന എൻക്വയറി ഇതാണ്. നിങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നു വരുന്നു, എനിക്കാണെങ്കിൽ അങ്ങോട്ട് പറ്റുന്നതേ ഇല്ല. ഐ എം പ്ലാനിങ് ടു ലീവ് ദിസ് UAE എന്നുള്ള ഒരു എൻക്വയറിയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഫ്രണ്ടിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളൊക്കെ ഹാപ്പി ഫേസ് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അത് മാത്രമാണ് അവരുടെ ലൈഫെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. സി, ഇറ്റ്സ് ആക്ച്വലി എവ്രി വൺ ഹാവ് ദെയർ ഓൺ പോസിറ്റീവ് സൈഡ് ആൻഡ് നെഗറ്റീവ് സൈഡ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ളൊരു ഡാർക്ക് സൈഡ് ഉണ്ട് അല്ലേ. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുന്ന സിറ്റുവേഷനും ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചിരുന്നാൽ, ഞാൻ ചിന്തിക്കുന്നത് ഒരു കാര്യമുള്ളൂ, വിഷമിച്ചിരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. എന്നാൽ പിന്നെ ഉള്ള സമയം കുറച്ചങ്ങ് സന്തോഷിച്ചിരുന്നൂടെ. ലൈഫ് ഇസ് ടു ഷോർട്ട് അല്ലേ. ജസ്റ്റ് ഒരു സിംഗിൾ മിനിറ്റ് മതി നമ്മുടെ ലൈഫ് മറിയാനെന്നാണ് കേട്ടിട്ടുള്ളത്. പലരും പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഉള്ള ഒരു സമയം ഹാപ്പി ആയിട്ടിരുന്നാൽ പോരെ. സങ്കടപ്പെട്ടിരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ സന്തോഷമായിട്ടിരിക്കുക. ദറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ദറ്റ് ഐ ഫോളോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഹാപ്പിനെസ് ഇസ് സംതിങ് ദറ്റ് വി ഹാവ് ടു സെർച്ച്. ഇങ്ങോട്ട് ആരും ഓടിക്കൊണ്ട് തരാനൊന്നും പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും. സോ ട്രൈ ടു ഫോളോ ദാറ്റ് ടു മേക്ക് യുവർ സോൾ ഹാപ്പി. സോ അതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ള ടിപ്സ് എന്ന് പറയുന്നത്. ഇന്നലെയൊക്കെ ഞാനിവിടെ കിടക്കുന്ന എൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞിരുന്നാൽ ആ ഫ്രണ്ട് എന്നോട് പിന്നെ മേലെ ചോദിക്കത്തില്ല, നീ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എനിക്ക് വന്ന എൻക്വയറി. അതാണ് എനിക്ക് എൻ്റെ ആ ഫ്രണ്ടിനോടും അതേപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ എൻ്റെ രണ്ടാമത് എനിക്ക് വന്ന എൻക്വയറി ദറ്റ് ഈസ് അബൌട്ട് മൈ ഹെയർ കളർ. അപ്പോൾ എൻ്റെ ഹെയർ കളറൊക്കെ ഞാനത് കാണിക്കട്ടെ കേട്ടോ. അപ്പോൾ രണ്ടാമത് എനിക്ക് വന്ന എൻക്വയറി അതായിരുന്നു, ദറ്റ് ഈസ് അബൌട്ട് മൈ ഹെയർ കളർ. ഞാനൊരു മദാമ ലുക്കൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തതെന്നുണ്ടെങ്കിലും വരെ എത്തിയുള്ളൂ, ദാമ എത്തിയില്ല. അതെനിക്ക് തന്നെ അറിയാം കേട്ടോ. പിന്നെ കാക്ക കുളിച്ചാൽ കൊക്കാവില്ലല്ലോ, അത് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. എനിക്ക് ആ ബോധമുണ്ട് ഗൈസ് കേട്ടോ. അപ്പോൾ എന്നോട് ഫ്രണ്ട് ചോദിച്ചത് വിച്ച് ഇസ് ദ ഹെയർ കളർ ദാറ്റ് ഐ ഡിഡ് ഫോർ മൈ ഹെയർ ആണ് എന്നോട് ചോദിച്ചത്. സോ ആക്ച്വലി ഞാൻ ഇട്ടത് ബർഗണ്ടി ഷെയ്ഡാണ്. എനിക്ക് ആകെ കൂടി ആ ഒരു ഷെയ്ഡ് മാത്രമേ അറിയത്തുള്ളൂ. സത്യം പറയാമല്ലോ, എനിക്ക് ആകെ അത് മാത്രമേ അറിയത്തുള്ളൂ. സോ ഐ ഡിഡ് ദ ബർഗണ്ടി ഷെയ്ഡ്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ തലയിലടിച്ച് വന്നപ്പോഴേക്കും ഇത് ഗോൾഡൻ ഷെയ്ഡ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ബർഗണ്ടി ഷെയ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു റെഡിഷ് കളറാണ്. പക്ഷേ എനിക്കറിയില്ല, റെഡിഷും ഗോൾഡനും എല്ലാം കൂടി ഒരു മിക്സ് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ബട്ട് ഇറ്റ് ലുക്സ് നൈസ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒരുപാട് നല്ല കോംപ്ലിമെൻറ്റ്സും കിട്ടി. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഇത് എന്ത് ഷെയ്ഡാണെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഇറ്റ്സ് ആക്ച്വലി എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് സുപരിചിതമായിട്ടുള്ള ബർഗണ്ടി ഷെയ്ഡ് തന്നെയാണ് ഞാൻ ചെയ്തത്. വേറെ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതേപോലെ പല പല വെട്ടമൊക്കെ അടിക്കുമ്പോൾ പല പല കളേഴ്സൊക്കെ കാണുന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പ്യുവർലി ബർഗണ്ടി ഷെയ്ഡ് തന്നെയാണ് ചെയ്തത്. പിന്നെ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ചെയ്തു തന്നത്. എൻ്റെ പേഴ്സണൽ ഹെയർ ഡ്രസ്സറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി കൊണ്ടാണ് ഞാനിത് ചെയ്യിച്ചത്. വളരെ പെർഫെക്റ്റായിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്തു.
അപ്പോൾ അങ്ങനെ സർവീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിതിൻ UAE വിതിൻ ദിസ് ഏരിയ എന്നോട് പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. ഐ വിൽ ഗിവ് ഹർ നമ്പർ. ഓക്കെ. അപ്പോൾ ഈ 2 എൻക്വയറീസാണ് എനിക്ക് വന്നത്. അപ്പോൾ ഹെയർ കളർ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ വന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ സ്പെഷ്യൽ ഹെയർ കളറൊന്നും അല്ല ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ സ്ട്രൈപ്സ് മോഡലാണ് ചെയ്തത് കേട്ടോ. ബാക്കിലുമൊക്കെ കവർ ചെയ്യുന്ന ആ ഒരു സ്ട്രൈപ്സ് മോഡലാണ് ഞാൻ ചെയ്തത്. ബർഗണ്ടി ഷെയ്ഡുമാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോഴേ തന്നെ ത്രോട്ട് ഡ്രൈ ആവുന്നു കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇനി ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക, ലൈക്ക് ചെയ്യാനായിട്ട് പറയുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ചങ്ങ് തകർത്തേക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ബ്യൂട്ടിഫുൾ സാറ്റർഡേ ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ഡേ. ബൈ.